സമാധാന നൊബേൽ ജേതാവായ വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മറിയ കുറീന മച്ചാഡയെക്കുറിച്ച് വിവരമില്ലെന്ന് നൊബേൽ കമ്മിറ്റി. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ രാജിക്കായി സൈനികമായി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും വാർത്ത വരുന്നു. ഈ വിവരങ്ങളുടെ വിശദമായി പരിശോധിക്കാൻ PPA ജെയിംസ് വരുന്നു. PPA ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ഹായ്. ഇപ്പം മൗന പ്രചാരണത്തിന്റെ ദിവസമല്ലേ PP? മൗന പ്രചാരണത്തിന്റെ ദിവസമാണ്. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാം നന്നായി പോകുന്നുണ്ട് SKN. ഇലക്ഷന്റെ ഒരു ചൂടും ബഹളവും ദിലീപും രാഹുൽ മാങ്കൂട്ടത്തിലും ജന്മനാടായ കൊമ്പടി ഞാമാക്കലിൽ നിന്ന് പ്രത്യേക വിവരങ്ങളൊന്നും ഇല്ലല്ലോ. കൊമ്പടി ഞാമാക്കലില് തൃശ്ശൂർ ജില്ലയിലാണല്ലോ, അപ്പൊ അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഞാമാക്കലിലേക്കൊന്ന് പോകണം. കൊമ്പടി ഞാമാക്കൽ എനിക്ക് വോട്ട് തിരുവനന്തപുരത്താണ്. ഓക്കെ PP, അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യത്തെക്കുറിച്ച് കമ്മിങ് ടു സീരിയസ് ബിസിനസ്. SKN ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേല. അവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. അതിന് നേതൃത്വം നൽകുന്നത് നിക്കോളായ് മഡൂറോയാണ്. അദ്ദേഹം 10 വർഷമായിട്ട് അവിടെ ഭരിക്കുന്നു. അദ്ദേഹത്തിന് എതിരെ വലിയ സൈനിക നീക്കവുമായിട്ട് അമേരിക്ക രംഗത്തുണ്ട്. 10 യുദ്ധക്കപ്പലുകളും അതുപോലെ തന്നെ 15,000 സൈന്യമൊക്കെ ഈ വെനസ്വേലയെ ചുറ്റി നിൽക്കുകയാണ്. കടലിൽ നിന്ന് ഏത് നേരം ആക്രമണം വരാം. വലിയ ഭീഷണി മുഴക്കുന്നു. അവിടുത്തെ പ്രസിഡന്റ് രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. നേരത്തെ ഇതിൻ്റെ മുൻപ് പ്രസിഡന്റായിരുന്ന വളരെ ജനകീയനായിട്ട് അറിയപ്പെടുന്ന ഹ്യൂഗോ ഷാവേസിനെ ഇറക്കാനും അമേരിക്ക ഇതേ തന്ത്രം പയറ്റിയിരുന്നു. അതിനിടയിലാണ് SKN വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവിനാണ് ഇത്തവണ നൊബേൽ സമാധാന സമ്മാനം ലഭിച്ചത്. അത് ഇന്ന് നൽകാനിരിക്കെ അവരെ കാണാനില്ലെന്നും അവരെക്കുറിച്ച് വിവരമില്ലെന്നും നൊബേൽ സമ്മാന കമ്മിറ്റി പറയുന്നു. ഇന്നലെ ഒരു പത്രസമ്മേളനം വെച്ചിരുന്നതാണ്. ആ പത്രസമ്മേളനത്തിൽ താൻ ഹാജരാകുമെന്ന് ഉള്ള രീതിയിൽ മെച്ചാഡോയുടെ മറിയ കൊറീന മെച്ചാഡോ, അവരാണ് വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും നൊബേൽ സമാധാന സമ്മാനം നേടിയതും. അപ്പോൾ അവർ പറഞ്ഞിരുന്നെങ്കിൽ ഇതുവരെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല. അവരെവിടെയാണെന്ന് നൊബേൽ കമ്മിറ്റിക്ക് അറിയിപ്പ് ലഭിച്ചില്ല. അവരുടെ ബന്ധുക്കളൊക്കെ ഓസ്ലോയിൽ വന്നിട്ടുണ്ട്, പക്ഷേ സമ്മാനം വാങ്ങിക്കേണ്ട ആൾ എത്തിയിട്ടില്ല. അപ്പോൾ മഡൂറോ സർക്കാരിൻ്റെ പിടിയിൽ ഒതുങ്ങിയോ അല്ലെങ്കിൽ അവർ കസ്റ്റഡിയിലാണോ, അവർ വെനസ്വേലയിൽ നിന്ന് പുറത്തു കടന്നോ, എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ സമാധാനത്തിനുള്ള ഒരു നൊബേൽ സമ്മാനം കൊടുക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നേരത്തെ റഷ്യയിലെ സോവിയറ്റ് യൂണിയനിൽ നിന്നൊക്കെ പലർക്കും അനുമതി നിഷേധിച്ചിട്ടുണ്ട് നൊബേൽ സമ്മാനം സ്വീകരിക്കാൻ പോകാൻ. ക്വൈറ്റ് ഫ്ലോസ് ദ ഡോൺ എന്ന ഇതിൻ്റെയൊക്കെ പുസ്തകത്തിൻ്റെയൊക്കെ അലക്സാണ്ടർ അടക്കമുള്ളവരെയൊക്കെ അവർ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവം ഒരു പക്ഷേ ഇവരെ കാണാനില്ല എന്നുള്ളൊരു സംഭവം ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിനിടയിൽ SKN ഈ അമേരിക്കയുടെ ഭീഷണി അതിശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മഡൂറോയെ അട്ടിമറിക്കുന്ന രീതിയിൽ വേണ്ടി വന്നാൽ വെനസ്വേലയിൽ കയറി ആക്രമണം നടത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അവിടുത്തെ ഭരണകൂടവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൈനിക നീക്കമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഈ അമേരിക്കയ്ക്ക് ഒരു ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ ഉള്ള ശ്രമമാണ് എന്നുള്ള ആരോപണം മഡൂറോ സർക്കാരും മറ്റ് ലാറ്റിൻ അമേരിക്കയിലെ ഇടതുപക്ഷ സർക്കാരുകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ മഡൂറോ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നയിച്ച ആളാണ് ഇപ്പോൾ നൊബേൽ സമാധാന സമ്മാനം നേടിയിരിക്കുന്നത്. പക്ഷെ അവർ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വലിയ രീതിയിൽ വിവാദമായിരുന്നു. SKN ഈ അവാർഡ് കിട്ടിയപ്പോൾ അത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റിന് സമർപ്പിക്കുന്നു എന്ന രീതിയിലാണ് അവർ പ്രതികരിച്ചത്. ഇത്രയും കോൺട്രവേഴ്സ്യൽ ആയിട്ടൊരു പ്രസിഡന്റിനെ ഇത് ചെയ്തുകൊണ്ട് അപ്പോൾ ട്രംപിൻ്റെ ഒരു പിന്തുണ, ട്രംപിന് സമാധാന സമ്മാനം കിട്ടിയില്ലെങ്കിലും ട്രംപിനെ അനുകൂലിക്കുന്ന ഒരാൾക്ക് സമാധാന സമ്മാനം കൊടുത്തു എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനം ഈ സമ്മാനത്തെ ചൊല്ലി ഉണ്ടായി. SKN PP, മറ്റൊരു കാര്യം, വെടിനിർത്തൽ ലംഘിച്ച് തായ്ലൻഡ് സേന അതിർത്തിയിൽ വ്യോമാക്രമണം നടത്തി 9 കംബോഡിയക്കാരെ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുന്നുണ്ടല്ലോ. അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞാണ്, ഞാനിതാ ഇടപെട്ടു, കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള പ്രശ്നം തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് കഴിഞ്ഞ ജൂലൈയിലാണ്. ഒരു 4-5 മാസം പിന്നിട്ടപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കുഴമറിഞ്ഞിരിക്കുകയാണ്. അവിടെ വെടിനിർത്തൽ ലംഘിച്ച് ആദ്യം തായ്ലൻഡിലെ ഒരു സൈനികനെ അതിർത്തിയിൽ കംബോഡിയൻ സേന വധിച്ചു. അതേ തുടർന്നുണ്ടായ തിരിച്ചടിയിൽ തായ്ലൻഡിൻ്റെ യുദ്ധവിമാനങ്ങൾ അവർ നടത്തിയ ആക്രമണത്തിൽ 9 സൈനികർ കംബോഡിയക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ ചൊല്ലി ഇപ്പോൾ വീണ്ടും അവിടെ വലിയ സംഘർഷമായി. തായ്ലൻഡ് കേരളത്തിനും ഇന്ത്യക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരിതാണ്. ഒരുപാട് പേര്, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കേരളത്തിൽ നിന്ന് പോകുന്നൊരു സ്ഥലമാണ് തായ്ലൻഡ്. അപ്പോൾ തായ്ലൻഡിൽ ഈ തരത്തിലുണ്ടാകുന്നത് എങ്ങനെ ബാധിക്കുമെന്ന് അറിയില്ല. പക്ഷേ അത് അതിർത്തിയിലാണെന്നും ബാങ്കോക്ക് പോലെ അതുപോലെയുള്ള മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയൊന്നും ബാധിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ ടെൻസാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നൊക്കെ പലായനം ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ വലിയൊരു സംഘർഷാവസ്ഥ
നിലനിൽക്കുകയാണ്. ട്രംപിനെ സംബന്ധിച്ചെങ്കിൽ ട്രംപ് വീണ്ടും ഇടപെടുമോ എന്നറിയില്ല. ട്രംപ് ഉണ്ടാക്കിയ ആ സമാധാന കരാർ പൊളിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ SKN ഇസ്രായേലിൽ ട്രംപ് ഉണ്ടാക്കിയ സമാധാന കരാറും പൊളിയുന്ന അവസ്ഥയിലാണ്. അവിടെ ഇന്ന് ഹമാസ് പറഞ്ഞിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിലേക്ക് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇസ്രായേൽ കയറി കഴിഞ്ഞ 60 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 758 തവണ വെടിനിർത്തൽ ലംഘനം നടത്തി. അപ്പോൾ അതുകൊണ്ട് വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഏതാണ്ട് 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു, പലസ്തീനികൾ. അതുകൊണ്ട് രണ്ടാം ഘട്ടത്തിലെ ഈ സമാധാന പദ്ധതി അംഗീകരിക്കില്ല എന്ന തരത്തിലാണ് SKN ഹമാസ് പറയുന്നത്. അതേ ചൊല്ലിയുള്ള വിവാദങ്ങളും നടക്കുന്നുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.